പിറന്ന മണ്ണിൽ കൂട്ടുചേർന്ന പെണ്ണിവൾ കണ്ണിവൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതാ ഈ സ്റ്റെപ്പിലാണ് നിർത്തിയത്. ഇനി നെക്സ്റ്റ് 1 2. ഇതിന് നമ്മളുടെ കാലിത ഇതേപോലെ സൈഡിൽ ഫ്രണ്ടിലേക്കായിട്ട് വെക്കുക. അതിലൂടെ ഇതാ ബോഡിയും കൂടി ടിൽറ്റ് ചെയ്യുക. ഏത് സൈഡിലേക്കാണ് കാല് പോകുന്നത് അങ്ങോട്ട് ബോഡി ടിൽറ്റ് ചെയ്യുക. എന്നിട്ട് കൈ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. കണ്ടോ, ഒരു ഡയഗണൽ പോലെ. 1 2. നെക്സ്റ്റ് 3 4. അപ്പോൾ കൈ ഇതിലിതാ ഇങ്ങനെ വീശി എടുത്തിട്ട് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. 3 4. കണ്ടില്ലേ? അപ്പോൾ 1 2 3 4. ഓക്കെ, ഒരുമിച്ച് ചെയ്ത് നോക്കുക. 5 6 7 8. 1 2 3 4. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ബേർഡിനെ കാണിക്കുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ അതിനിതാ കൈതാ ഇതുപോലെ വെക്കുക. റൈറ്റ് ഈ ഒരു മുദ്രയിൽ വെക്കുക, ലെഫ്റ്റ് ഹാൻഡ് താഴെ ടെയിൽ പോലെ ഇടുക. എന്നിട്ട് 1 2. ഓക്കെ, അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹോപ്പ് ചെയ്താൽ മതി, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. നമ്മളുടെ അപ്പർ ബോഡിയും കൂടി അതിൻ്റെ കൂടെ ഇതുപോലെ ചരിക്കണം. ഓക്കെ, 1 2. ഓക്കെ, അപ്പോൾ 1 2 3 4. ഇതിൻ്റെ കൈതാ മുകളിൽ നിന്ന് ചെവിട അങ്ങോട്ട്, മുകളിൽ നിന്ന് ചെവിട അങ്ങോട്ട്. ചെവിട അവിടെ വരെ മാത്രം വരാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് കാലിതാ ഇതുപോലെ കണ്ടില്ലേ, പോയിൻറ്റഡ് ആക്കി വെക്കണേ. അപ്പോൾ 1 2 3 4. ഇത് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി ചെയ്യാം കേട്ടോ, സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ 5 6 7 8. 1 2 3 4 5 6 7 8. നെക്സ്റ്റ് സ്റ്റെപ്പ് 1 2. അപ്പോൾ അതിനിതേ കൈ നമ്മളുടെ വെറുതെ ഇങ്ങനെ പോവുള്ളൂ റൈറ്റിലേക്ക്, പിന്നെ നമ്മളുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, കാലിതാ ആദ്യം റൈറ്റിലേക്ക് ലീൻ ചെയ്യുക, പിന്നെ ലെഫ്റ്റിലേക്ക് ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 2 3 4. അതിനിതാ റൈറ്റ് ഹാൻഡ് ഈ മുദ്രയിൽ, ലെഫ്റ്റ് ഡേ നമ്മളുടെ ഒന്നും ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് ഇടാം. ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ ഇതുപോലെ വരും. ഓക്കെ, കാല് ഭയങ്കര എളുപ്പമാണ്. ലെഫ്റ്റ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക്. ഓക്കെ, കൈ എങ്ങോട്ടാ അങ്ങോട്ട് തന്നെ കാലും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബോഡി ആ സൈഡിലേക്ക് ടിൽറ്റും കൂടി ചെയ്യണം കേട്ടോ, ഇതുപോലെ ഇങ്ങനെ. എന്നിട്ട് ടേൺ ചെയ്യും നമ്മൾ. ടേൺ ചെയ്യുമ്പോൾ കൈ ഇതുപോലെയാണ് പോവാം. ലെഫ്റ്റ് ഇങ്ങനെ പോവാം, അതിൻ്റെ കൂടെ റൈറ്റ് ഫോളോ ചെയ്താൽ മതി. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ടേണും കൂടി ചെയ്യുക. സിമ്പിളായിട്ടുള്ള ടേൺ. കാല് വെറുതെ ഇങ്ങനെ, വെറുതെ സിമ്പിൾ ടേൺ. ഓക്കെ, കൈ ഇതുപോലെ ലെഫ്റ്റിന് ഫോളോ ചെയ്ത് റൈറ്റ്. ഓക്കെ, എന്നിട്ട് ചെസ്റ്റിന് മുന്നിലോട്ട് കൊണ്ടുവരാം. നമുക്കിത് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടുന്ന് കേട്ടോ, ഇവിടുന്ന്. ഓക്കെ, 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4. ടേൺ. എന്നിട്ട് 1 2 3 4. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടേൺ ചെയ്ത് എങ്ങനെ വരെ അതുപോലെ തന്നെ കാല് വെക്കുക. എന്നിട്ട് 1 2 3 4. എന്നിട്ട് ആ പൊങ്ങിയിരിക്കുന്ന ലെഫ്റ്റ് കൈ ഇതുപോലെ നെഞ്ചിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആ മുദ്ര സൈഡ് നിങ്ങൾക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കൊണ്ടുവന്നാലും മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3 4. കാല് ഭയങ്കര സിമ്പിളാ. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കേട്ടോ, ബോഡി ടിൽറ്റ് ചെയ്യുക. കൈ 1 2 1 2. നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇവിടുന്ന് കേട്ടോ, 5 6 7 8. 1 2 3 4. 1 2 3 4. നെക്സ്റ്റ് 5 6. എങ്ങനെയാണെന്ന് നോക്കാം. 5. അപ്പോൾ കാല് റൈറ്റ് ലെഗ് അങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് വെക്കുക, റൈറ്റ് സൈഡിലേക്ക്. എന്നിട്ട് കൈ ഇതുപോലെ ടിൽറ്റ് ചെയ്യുക ബോഡി. എന്നിട്ട് നേരെ മുകളിലോട്ട് വരാം. എന്നിട്ട് 1 2. ഓക്കെ, അപ്പോൾ കാല് റൈറ്റ് ബാക്കിൽ വരും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹോപ്പ് ചെയ്യുക. പറ്റുമെങ്കിൽ ഹിപ്പും കൂടി ഒന്ന് അനക്കുക, അപ്പോൾ ഒരു കുറച്ചും കൂടി ഭംഗി വരും. ഓക്കെ, ഇതുപോലെ. അല്ലെങ്കിൽ ഹിപ്പ് അനക്കുക. ഓക്കെ, 1 2. നമ്മൾ ആ ലെഫ്റ്റ് ലെഗ് പൊന്തിക്കുമ്പോൾ ലെഫ്റ്റ് ഹിപ്പ് ഒന്ന് താഴ്ത്തിയാൽ മതി, അപ്പോൾ അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി
ഓക്കെ 5 6 7 8 1 2 3 4 ഓക്കെ നെക്സ്റ്റ് 5 6 അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാലിതാ ലെഫ്റ്റിലേക്ക് നമ്മൾ ടേൺ ചെയ്ത് വെക്കുക എന്നിട്ട് 1 2 കണ്ടില്ലേ മുദ്രാസ് ചേഞ്ച് ആവുന്ന കണ്ടില്ലേ 1 2 നമ്മൾ ലെഗ് റൈറ്റ് ഫ്രണ്ടിലേക്ക് പിന്നെ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് ഓക്കെ 1 2 എന്നിട്ട് 3 4 നമ്മൾ പിന്നെ നേരെ സമത്തിൽ വെക്കാം കേട്ടോ വെറുതെ അപ്പോൾ ഇവിടുന്ന് കൈ വരുന്നത് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ചെസ്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം ഓക്കെ എന്നിട്ട് അവിടെ നിന്ന് ഇതാ പിന്നെ മുകളിലേക്ക് എടുക്കാം ഓക്കെ ദാ ഇതുപോലെ പോകും എന്നിട്ട് ഒന്നുകൂടി നോക്കാം കേട്ടോ 1 2 എന്നിട്ട് 3 4 5 6 എന്നിട്ട് ടേൺ ചെയ്യുക ഒന്നില്ലെങ്കിൽ അതിനോടൊപ്പം ടേൺ ചെയ്യുക അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടേൺ ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതാ ഒന്നിങ്ങനെ ഹീൽസ് പൊന്തിച്ചിട്ട് ടേൺ ചെയ്യുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് പൊന്തും ഓക്കെ നമുക്കൊന്നും കൂടി നോക്കാം കേട്ടോ ഇതാ ഇവിടെ നിന്ന് നോക്കേ ഫസ്റ്റ് ടേണിംഗ് ആണ് ഓക്കെ 5 6 7 8 ടേൺ 1 2 3 4 എന്നിട്ട് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇനി നമുക്കിതാ ഈ ഇവിടം തൊട്ട് ചെയ്യാം ഓക്കെ 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 turn and 1 2 3 4 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 കിട്ടിയില്ലേ ഇനി കുറച്ച് നേരം ശ്വാസം എടുത്തോട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യാം ഓക്കെ പാർട്ട് 1 തൊട്ട് ഇതാ ഇവിടുന്ന് ചെയ്യാം കേട്ടോ 5 6 7 8 1 2 3 4 1 2 3 1 2 3 1 2 3 4 5 6 7 8 ഇനി 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 turn and 1 2 3 4 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 അപ്പം നമ്മളിതാ ഈ ഹോൾ കൊറിയോഗ്രഫി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് സോങ് വെച്ച് ചെയ്യണമെങ്കിൽ സ്ലോ ആയിട്ടുള്ളതും നോർമൽ സ്പീഡിലുള്ളതും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നോർമൽ സ്പീഡിലുള്ളത് ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത് കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്ന് വീഡിയോ ബ്ലോക്ക് ആവുന്നതുകൊണ്ട്
2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് കണ്ട് ചെയ്യണേ. അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യാത്തതും ഈ വീഡിയോസിൽ. ഓക്കെ, എല്ലാവർക്കും ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ മനസ്സിലായി കാണുമെന്ന് ആണ് എൻ്റെ വിശ്വാസം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡാൻസിങ് വിത്ത് മീ.